Hi, good morning and good afternoon to all. Today we will discuss about the different types of plans. First one, objectives. Objectives are plans for the future that will serve to provide direction for subsequent activity. We have a hierarchy of objectives. Primary or basic objectives are determined by the top management. Each department has its own objective within the framework of basic goals. സോ ഒബ്ജക്റ്റീവ്സ് ആർ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ, അതായത് ഭാവിയിലേക്ക് വേണ്ട എന്താണ് പ്ലാനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്. ആൻഡ് ദാറ്റ് വിൽ സെർവ് ടു പ്രൊവൈഡ് എ ഡയറക്ഷൻ ഫോർ സബ്സീക്വൻ്റ് ആക്ടിവിറ്റി, അതായത് നമ്മൾ ചെയ്യേണ്ട സബ്സീക്വൻ്റ് നമ്മൾ തുടർന്ന് വരുന്ന അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനത്തിന് ഒരു ദിശാബോധം നൽകുന്ന ഒരു ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഹയറാർക്കി ഓഫ് ഒബ്ജക്റ്റീവ് ഉണ്ട്, അതിനൊരു ലെവൽ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതായത് പ്രൈമറി ഓർ ബേസിക് ഒബ്ജക്റ്റീവ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ ദി ടോപ്പ് മാനേജ്മെൻറ്റ്. അതായത് ഓർഗനൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സൊക്കെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. എന്തിൻ്റെ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിലായിരിക്കും? ആ ബേസിക് ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഓർഗനൈസേഷൻ്റെ ബേസിക് ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് ആർ ദ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള പ്ലാനുകളാണ്. എന്തോ അത് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് വിൽ സെർവ് ടു പ്രൊവൈഡ് ഡയറക്ഷൻ ഫോർ സബ്സീക്വൻ്റ് ആക്ടിവിറ്റി, തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങൾക്കൊരു ദിശാബോധം നൽകുന്ന ഭാവിയിലേക്കുള്ള പ്ലാനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി പോളിസീസ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് പ്ലാനാണ്. സോ എ പോളിസി ഈസ് എ സ്റ്റാൻഡിങ് പ്ലാൻ ഓർ ആൻസർ ടു റിക്കറിങ് ക്വസ്റ്റ്യൻസ്. പോളിസി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്ന യൂസ്ഡ് ഫോർ അഗെയിൻ ആൻഡ് അഗെയിൻ, അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത്. ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത്, പോളിസി എപ്പോഴും ഒരേ സമയം ഒരേ കാര്യമായിരിക്കും ഉണ്ടാവുക അല്ലേ. അതായത് വിവിധ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു ആളോട് പറയുന്ന പോളിസിയിൽ നിന്നും വ്യത്യാസമായിക്കൊണ്ടല്ല വേറൊരാളോട് എന്ത് ചെയ്യുക, പോളിസി പറയാം. അപ്പോൾ ഓർഗനൈസേഷൻ്റെ പോളിസി എന്ന് പറയുന്നത് എന്തായിരിക്കും, എല്ലാ സാഹചര്യങ്ങളിലും എന്തായിരിക്കും, ഒരേപോലെ ആയിരിക്കും. അപ്പം ഏതൊരു സാഹചര്യത്തിനും വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന ഒരു പ്ലാനാണ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് ഡിസിഷൻ വിച്ച് അപ്ലൈസ് ടു റിപ്പറ്റേറ്റീവ് സിറ്റുവേഷൻ. പറഞ്ഞാൽ ഒരു കണ്ടിന്യൂയിങ് ഡിസിഷൻ ആയത്, അതായത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ തുടർന്ന് പോരുന്ന ഒരു തീരുമാനമായിരിക്കും പോളിസി അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പോളിസി ഉണ്ടാവും, അതായത് പരസ്യമായിട്ട് ബന്ധപ്പെട്ട പോളിസികൾ. പരസ്യമായിട്ട് അവർക്ക് എന്തുണ്ടാവും, ഒരു നയം ഉണ്ടാവും. അതായത് ഏതൊരു സാഹചര്യത്തിലും പരസ്യം കൊടുക്കുന്ന സമയത്ത് ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനം പരസ്യം കൊടുക്കുക. സോ ഇറ്റ് ഈസ് എ ഗൈഡ് ടു ആക്ഷൻ ഓർ ഡിസിഷൻസ് ഓഫ് എ മാനേജർ. ഒരു മാനേജറുടെ ഡിസിഷൻ എടുക്കാനുള്ളൊരു ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്നു, പോളിസി പ്രവർത്തിക്കുന്നു. ആൻഡ് എ പോളിസി ഹെൽപ്സ് കീപ്പ് വർക്ക് ഇൻ ലൈൻ വിത്ത് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, നമ്മൾ പോളിസികളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നുള്ളത് റൂൾസാണ്. റൂൾസ് ആർ ദ സിമ്പിൾ ടൈപ്പ് ഓഫ് പ്ലാൻ ചൂസൺ ഫ്രം ആൾട്ടർനേറ്റീവ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലാൻ വിവിധ ആൾട്ടർനേറ്റീവിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലാനിനെയാണ് നമ്മൾ പറയുന്നത്, റൂൾസ് എന്ന് പറയുന്നത്. സോ എ റൂൾ റിക്വയർസ് ദാറ്റ് എ സ്പെസിഫിക് ആക്ഷൻ ബി ടേക്കൺ ഓർ നോട്ട് ടേക്ക് വിത്ത് റെസ്പെക്ട് ടു എ സിറ്റുവേഷൻ. ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കണമോ അല്ലെങ്കിൽ എടുക്കണ്ടയോ എന്ന് ആവശ്യപ്പെടുന്ന ഒരു സ്പെസിഫിക് ആക്ഷനെയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ആവശ്യകതയാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്, റൂളായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് മോർ റിജിഡ് ആൻഡ് മോർ സ്പെസിഫിക് ദാൻ എ പോളിസി അല്ലേ. പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടതിനെക്കാളും കുറച്ചും കൂടി റിജിഡാണ്. കാരണം റൂള് നമുക്ക് ഒരു പ്രാവശ്യം ഒരു റൂള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മാറ്റാൻ പറ്റില്ല അല്ലേ. ക്ലാസ്സിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, ഒരു റൂളാണ് അല്ലേ. അത് റൂളാകുന്ന സമയത്ത് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എന്തുണ്ടാവും, പെനാൽറ്റി ഉണ്ടാവും. ഓക്കെ,
അപ്പോൾ ആ രീതിയിലുള്ളതിനാണ് നമ്മളെന്ത് പറയുന്നത് റൂൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഗൈഡ് ആക്ഷൻ ബട്ട് പ്രൊവൈഡ്സ് നോ ഡിസ്ക്രിപ്ഷൻ ഇൻ ഇറ്റ്സ് സ്ട്രിക്റ്റ് ആപ്ലിക്കേഷൻ. എന്താണ് അത് ആക്ഷൻ എന്താണ് ഒരു പ്രവൃത്തിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ അപ്ലിക്കേഷൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്തില്ല, സ്കോപ്പില്ല. അപ്പോൾ മൊബൈൽ കൊണ്ടുവന്ന് 250 രൂപ ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞ റൂളാണെങ്കിൽ അത് എന്താണ് കൊണ്ടുവന്നിട്ട് പിന്നെ അത് 250 അടയ്ക്കണം എന്നുള്ള വേറൊരു ചോദ്യമല്ല, അത് എന്തായാലും അടയ്ക്കണം. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടി എന്താണ് സ്ട്രിക്റ്റ് ആണ്. അടുത്താണെന്ത് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സ്റ്റാൻഡിങ് പ്ലാൻ ആക്ടിങ് ആസ് എ മീൻസ് ഓഫ് ഇംപ്ലിമെൻറ്റിങ് പോളിസി. എന്താണ് പ്രൊസീജിയറും എന്ത് തന്നെയാണ്, സ്റ്റാൻഡിങ് പ്ലാനാണ്. വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, വിവിധ സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചു പോരുന്നതാണ്. സോ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ദ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ലേസ് ഡൗൺ എ പോളിസി ടു എക്സിക്യൂട്ട് ഓൾ ഓർഡേഴ്സ് വിത്തിൻ 48 hours. അപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പോളിസി കൊണ്ടുവരികയാണെന്നാണ്, അവർക്ക് കിട്ടുന്ന ഓർഡറുകളെല്ലാം 48 മണിക്കൂറിനുള്ളിൽ തന്നെ അവരെന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ദ പ്രൊസീജിയർ ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് വിൽ പ്രിസ്ക്രൈബ് എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ദാറ്റ് മസ്റ്റ് ബി ഫോളോഡ് ആഫ്റ്റർ ദ റെസിപ്റ്റ് ഓഫ് എൻ ഓർഡർ ടിൽ ദ ഡെസ്പാച്ച് ഓഫ് ദ ഗുഡ്സ് ടു ദ കസ്റ്റമർ. അപ്പം എന്താണ് ഈ ഒരു പോളിസി അവർക്ക് എന്ത് ചെയ്യണമെങ്കിൽ നടപ്പിൽ വരുത്തണമെങ്കിൽ ദ പ്രൊസീജിയർ ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് വിൽ പ്രിസ്ക്രൈബ് അല്ലേ. അപ്പോൾ ഈ ഒരു എന്താണ് പോളിസി അവർക്ക് നടപ്പിൽ വരുത്തണമെങ്കിൽ എന്താണ് എ സീക്വൻസ് ഓഫ് സ്റ്റെപ്പ് ദാറ്റ് മസ്റ്റ് ബി ഫോളോഡ്. അതായത് ഓർഡർ റിസീവ് ചെയ്തത് തൊട്ട് ഗുഡ്സ് അയക്കുന്നത് വരെ ചില എന്താണ് സ്റ്റെപ്പുകൾ അവരെന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ടതുണ്ട്. എന്ത് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ എന്താണ് 48 hours എന്ത് നടത്തണമെന്നുണ്ടെങ്കിൽ ഡെലിവറി നടത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ദീസ് ക്രോണോളജിക്കൽ സീരീസ് ഓഫ് സ്റ്റെപ്സ് ഓർ ടാസ്ക് കോൺസ്റ്റിറ്റ്യൂട്ട് എ പ്രൊസീജിയർ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതായത് എന്താണ് ഓർഡർ റിസീവ് ചെയ്തത് മുതൽ ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യുന്നത് വരെയുള്ള ഒരു ക്രോണോളജിക്കൽ സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ എന്താണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം, എ പ്രൊസീജിയർ ലേസ് ഡൗൺ ദ മാനർ ഓർ മെത്തേഡ് ബൈ വിച്ച് ദ വർക്ക് ഈസ് ടു ബി പെർഫോംഡ് ഇൻ എ സ്റ്റാൻഡേർഡ് ആൻഡ് യൂണിഫോം വേ. എന്താണ് ഒരു സ്റ്റാൻഡേർഡായിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു യൂണിഫോം പൊതുവായിട്ടുള്ള ഒരു രീതിയിൽ ഒരു വർക്ക് എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ലേ ഡൗൺ ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ എന്താണ് പ്രൊസീജിയർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ എന്താണ് പ്രൊസീജിയർ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, KEAP രജിസ്റ്റർ ചെയ്യണം അല്ലേ, അതാണ് അതിൻ്റെ ആദ്യത്തെ പ്രൊസീജിയർ അല്ലേ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ കൊടുക്കണം അല്ലേ, വിവിധ കോളേജുകളിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അത് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോളേജ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ചേരാം ആദ്യം വേണമെങ്കിൽ അല്ലേ. എന്നിട്ട് ഹയർ ഓപ്ഷൻ കൊടുത്ത് കാത്തിരിക്കണം. അപ്പോൾ ഇതൊക്കെ എന്താണ് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് എന്ത് ചെയ്യണത്, സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മളെന്ത് പറയണത്, പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇറ്റ് റിസൾട്ട് ഇൻ ദ വർക്ക് സിംപ്ലിഫിക്കേഷൻ ആൻഡ് എലിമിനേറ്റ്സ് ദ ഓവർലാപ്പ് ഓർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ്. എന്താണ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും ചെയ്യാതിരിക്കുക, ഡ്യൂപ്ലിക്കേഷൻ വരിക, ഓവർലാപ്പ് വരിക, ഇതൊക്കെ ഒഴിവാക്കുന്നതിന് അത് സഹായിക്കുന്നു, പ്രൊസീജിയർ സഹായിക്കുന്നുണ്ട്. അടുത്താണ് എന്താ പ്രോഗ്രാം. സോ ഇറ്റ് ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ. എന്നാണൊരു സിംഗിൾ യൂസ് പ്ലാൻ ആണ് എന്താ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു ഇംപ്ലിമെൻറ്റ് പോളിസീസ് ആൻഡ് അക്കംപ്ലിഷ് ഒബ്ജക്റ്റീവ്. എന്താണ് ഓർഗനൈസേഷൻ്റെ പോളിസീസും ഒബ്ജക്റ്റീവും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നടപ്പിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഗിവ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ടു ഗൈഡ് ആൻ ആക്ഷൻ നെസസറി ടു റീച്ച് ദ പ്രീ ഡിറ്റർമിൻഡ് ടാർഗറ്റ്. അതായത് ഇത് എന്താ പറയുന്നത്, നമ്മൾ ആദ്യമേ നിശ്ചയിച്ചിട്ടുള്ള പ്രീ ഡിറ്റർമിൻഡ് ടാർഗറ്റുകൾ ഉണ്ടാകും. ആ ടാർഗറ്റുകളിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് എന്തിനുള്ളത്, പ്രോഗ്രാമിനുള്ളത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് കോർഡിനേഷൻ, ദാറ്റ് ഈസ് ടൈം ടേബിൾ ഓഫ് ആക്ഷൻ എന്നാണ്. എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇത് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എ ഗുഡ് പ്രോഗ്രാം എൻഷ്യൂർ സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ. എന്താണ് നല്ല ഒരു പ്രോഗ്രാം എന്ത് ഓഫർ ചെയ്യുന്നു, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് എ പ്രൊസീജിയർ ടെൽസ് ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ വേർ എ പ്രോഗ്രാം ടെൽസ് വാട്ട് ഈസ് ടു ബി ഡൺ. എന്താണ് പ്രൊസീജിയർ പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്, പ്രോഗ്രാം പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്താണ് സ്കെഡ്യൂൾസ്. എന്താണ് സ്കെഡ്യൂളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ടൈം സീക്വൻസ് ഓഫ് ദ വർക്ക് ടു ബി ഡൺ. എന്താണ്
സ്കെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിങ് ടൈം സീക്വൻസ്. നമ്മൾ ചെയ്യേണ്ടുന്ന വർക്കിൻ്റെ എന്ത് ചെയ്യുക, ടൈം സീക്വൻസ് എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് പ്രോഗ്രാമിംഗ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സോ സ്കെഡ്യൂൾ സ്പെസിഫൈസ് ദ ടൈം വെൻ ഈച്ച് ഓഫ് ദ സീരീസ് ഓഫ് ആക്ഷൻ ഷുഡ് ടേക്ക് പ്ലേസ്. അപ്പോൾ സ്കെഡ്യൂൾ എന്താ പറയുന്നത്, ഓരോ സീരീസ് ഓഫ് ആക്ടിവിറ്റീസും ഏത് സമയത്ത് എന്ത് ചെയ്യണം, നടക്കണം. ഇതിൻ്റെയൊക്കെ ഒരു ടൈം ഫ്രെയിം എന്നാണ് ഏതിലൂടെ നടക്കുന്നത്, ഷെഡ്യൂളിങ്ങിലൂടെ എന്ത് ചെയ്യണത്, നടക്കുന്നത്. So once the task is to be done and the person who must to do them are clear according to our standing plans, and scheduling may be the only element needing immediate management attention. എന്താണ് അപ്പോൾ ഏറ്റവും മാനേജ്മെൻറ്റ് അറ്റൻഷൻ പ്രധാനപ്പെട്ട വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കെഡ്യൂളിംഗ് ആണ്. കാരണം ടാസ്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഡൺ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ദ ടാസ്ക് ഈസ് ടു ബി ഡൺ ആൻഡ് ദ പേഴ്സൺസ് ഹൂ മസ്റ്റ് ഡൂ ദം ആർ ക്ലിയർ അക്കോർഡിംഗ് ടു അവർ എന്താണ് സ്റ്റാൻഡിങ് പ്ലാനിൽ. എന്താണ് സ്റ്റാൻഡിങ് പ്ലാൻ പ്രകാരം അത് എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. ഓക്കെ, അടുത്താണത് ബഡ്ജറ്റ്. സോ എ ബഡ്ജറ്റ് ഈസ് എ പ്രൊജക്ഷൻ ആൻഡ് ഡിഫൈനിങ് ആൻറ്റിസിപ്പേറ്റഡ് കോസ്റ്റ് ആൻഡ് ഓഫ് അറ്റൈനിങ് ആൻ ഒബ്ജക്റ്റീവ്. സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. സോ എ ബഡ്ജറ്റ് ഈസ് എ പ്രൊജക്ഷൻ ആൻഡ് എ പ്ലാൻ എന്താണ്, ഡിഫൈനിങ് ആൻറ്റിസിപ്പേറ്റഡ് കോസ്റ്റ് ഓഫ് അറ്റൈനിങ് ആൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ആവശ്യം എത്ര ചിലവ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതീക്ഷിത ചിലവുകൾ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന എന്താണ് ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ അപ്രൈസൽ ഓഫ് എക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് അഗെയിൻസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഇൻകംസ് ഓർ എ ഫ്യൂച്ചർ പീരീഡ്. എന്താണ്, എന്തുമായിട്ടൊരു അപ്രൈസലാണ്, ഇൻകവും അതേപോലെ തന്നെ എക്സ്പെൻസും. അതായത് ഭാവിയിൽ നമുക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മൂലം നമുക്ക് വരാൻ സാധ്യതയുള്ള ഇൻകവും, അപ്പോൾ ഇത് ചെയ്യാൻ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസും തമ്മിലുള്ള എന്താണ് ഒരു എക്സ്പെക്റ്റഡ് എക്സ്പെൻസും തമ്മിലുള്ള ഒരു അപ്രൈസലാണ് ബഡ്ജറ്റിലൂടെ നടക്കുന്നത്. സോ ഇറ്റ് മേ സ്റ്റേറ്റഡ് ഇൻ ടൈം, മെറ്റീരിയൽ, മണി ഓർ അതർ യൂണിറ്റ്സ് റിക്വയർഡ് ടു പെർഫോം വർക്ക് ആൻഡ് സെക്യൂർ സ്പെസിഫൈഡ് റിസൾട്ട്. എന്താണ് എന്തെല്ലാം കാര്യങ്ങളും, അതായത് സമയം പറയും, മെറ്റീരിയൽസ്, മണി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മണി എന്ന് പറഞ്ഞാൽ പൈസ, ഓക്കെ, കാര്യങ്ങളൊക്കെ ഏതിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, ബഡ്ജറ്റിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അടുത്താണത് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് എന്താണ് പ്ലാനാണ്. ഫോർകാസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ആൻഡ് എന്താണ് മാർക്കറ്റിംഗ് റിസർച്ച്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് റിസർച്ചിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക, അതാണ് മുൻകൂട്ടി കാണുക, പ്രഡിക്റ്റ് ചെയ്യുക. എക്കണോമിക് ഫോർകാസ്റ്റിംഗ് ഇസ് ദ ബേസിസ് ഓഫ് എന്താണ് പ്ലാനിങ്. എന്താണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് ആണ് പ്ലാനിങ്ങിൻ്റെ എന്താണ് ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. സോ ഫോർകാസ്റ്റിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു പ്രോബ് ദ ഫ്യൂച്ചർ ഓൺ ദ ബേസിസ് ഓഫ് നോൺ ഇൻഫർമേഷൻ. അതായത് നമുക്ക് അറിയുന്ന എന്താണ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാവിയെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ് എന്ത് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ പ്ലാനിങ് ഡിസിഷൻസ് ആർ ബേസ്ഡ് അപ്പോൺ ഇൻ്റലിജൻറ്റ് ആൻഡ് റാഷണൽ ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ ട്രെൻഡ് ഓഫ് സ്പെസിഫൈഡ് ഇവൻറ്റ്സ്. എന്താണ് പ്ലാനിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ്, ഇൻ്റലിജൻറ്റ് ആൻഡ് റാഷണൽ ഫോർകാസ്റ്റിംഗ്, ഇൻ്റലിജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റാഷണൽ ഫോർകാസ്റ്റിങ്ങിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യണത്, പ്ലാനിങ് ഡിസിഷൻസ് ഒക്കെ എന്ത് ചെയ്യണത്, ഉണ്ടാവുന്നത്. സോ ഇതാണ് പോളിസീസ്, ഒബ്ജക്റ്റീവ്സ്. അത് രണ്ട് തരത്തിൽ. സ്റ്റാൻഡിങ് പ്ലാൻ യൂസ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ, എന്താണ് വീണ്ടും വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത്. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അറ്റൈൻ എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ഷോർട്ട് പീരീഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. ദെൻ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ് അല്ലേ. ഇതിൽ സിംഗിൾ യൂസ് പ്ലാൻ തന്നെ പ്രോഗ്രാംസ് ആൻഡ് ഷെഡ്യൂൾസ് ഉണ്ട്, പ്രോജക്ട്സ്, ബഡ്ജറ്റ്സ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് പ്ലാൻസ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക.